ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ വൻ പ്രതിഷേധവുമായി ക്രൈസ്തവ സഭകൾ. വിവിധ സഭകളുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് വാ മൂടിക്കെട്ടി പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. അരമനകളിൽ കേക്കുമായി എത്തുന്ന BJP വാക്കുകളിലും ആത്മാർത്ഥത കാണിക്കണമെന്ന് KCBC അധ്യക്ഷൻ മാർ ക്ലിമീസ് വിമർശിച്ചു. മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്ക് ക്രൈസ്തവ സഭകൾ നടത്തിയ മാർച്ചിലും വൻ പ്രതിഷേധമിരമ്പി. നിരപരാധികളായ കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കുക, ഇവർക്കെതിരായ കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധ മാർച്ച്. ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്കൊക്കെ വിരുദ്ധമായി നടന്ന കയ്യേറ്റമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ധീരമായി പ്രതികരിക്കാതിരുന്നാൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് രാജ്ഭവന് മുന്നിൽ പോലീസ് തടഞ്ഞു. KCBC അധ്യക്ഷൻ മാർ ക്ലിമീസിന്റെ നേതൃത്വത്തിൽ കറുത്ത തുണി കൊണ്ട് വാമൂടിക്കെട്ടിയായിരുന്നു പ്രതിഷേധം. റാലി ഉദ്ഘാടനം ചെയ്ത മാർ ക്ലിമീസ് BJPക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ചില പത്രമാധ്യമങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ പിതാക്കന്മാരെയൊക്കെ കാണുന്നുണ്ട്, തുടരെ കാണുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നു, ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആകുമ്പോൾ കേക്കും ഒക്കെ ആയിട്ട് വരികയും പിന്നീട് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ സംഭാഷണം വിഷയങ്ങൾക്ക് പരിഹാരം നിർണയിക്കുവാൻ സാധ്യമാകുന്ന ഘടകമാണ്. സംസാരിക്കാതെ ഇരിക്കുന്നത് വഴി ഒന്നും നന്മയുണ്ടാവില്ല. പക്ഷേ അതിൽ കുറെ കൂടി ആത്മാർത്ഥത ഈ ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുന്നു എന്നതാണ് പരമാർത്ഥം. വാക്ക് ദ ടോക്ക് എന്ന് പറയാറുണ്ടല്ലോ, പറയുന്നത് പ്രവർത്തിക്കുന്നതിൻ്റെ ആ ഒരു ആധികാരികത നാം പ്രതീക്ഷിക്കുന്നു. വിവിധ സഭാധ്യക്ഷന്മാരായ ഫാദർ തോമസ് ജെനെറ്റോ, ഫാദർ യൂജിൻ പെരേര, ഫാദർ ഐസക് മാർ ഫിലിക്സിനോസ്, ഫാദർ ജോൺ തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. വൈദികരും സന്യാസ സഭാംഗങ്ങളും വിശ്വാസികളും ഉൾപ്പെടെ നിരവധി പേരാണ് മാർച്ചിൽ പങ്കെടുത്തത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.